അങ്ങനെ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നൊരു ക്ഷീണമെല്ലാം നല്ല രീതിയിലൊന്ന് ഉറങ്ങിയൊക്കെ തീർത്ത് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കും നല്ല ഇളം വെയിൽ കുറച്ച് നേരം ഈ പാലത്തിലൊക്കെ വന്നിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇതിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വെളിയിലേക്ക് വന്നത്. പക്ഷേ വിത്തിൻ സെക്കൻഡ് തന്നെ ആൾ എഴുന്നേറ്റു. ഇതിന് ഓരോ ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കും എനിക്കാകും മുതൽ ടെൻഷനുണ്ട്. വേറൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ ഒരു കോളും പൊക്കിക്കൊണ്ടായിരിക്കും ആൾ വരുന്നത്. ഇന്നതാ ഒരു ഇലയും പിടിച്ച് എന്തോ ഒരു കോളും പൊക്കിക്കൊണ്ടാണ് വന്നത്. സ്വപ്നത്തിൽ എന്തോ കണ്ടതാണ്. എന്താണെങ്കിലും ആളിതാ അത് കഴിഞ്ഞ് കളിയൊക്കെ തുടങ്ങി കേട്ടോ. എന്താണെങ്കിലും ഇനിയിപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകണം, പള്ളിപ്പാന കാണാൻ പോകണ്ടേ. അതാണല്ലോ നമ്മുടെ വരവിൻ്റെ മെയിൻ ഉദ്ദേശം. സമയം ഇപ്പം 5:30 ആയെങ്കിലും നമ്മൾ ഇതുവരെ ചായ പോലും കുടിച്ചിട്ടില്ല. അതിൻ്റെ റീസൺ ഇതാണ്, അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം അച്ഛൻ വന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ അച്ഛൻ കൊണ്ടുവരുന്നറിയും. വിചാരിച്ചതുപോലെ തന്നെ കൈ നിറയെ സാധനങ്ങളായിട്ടാണ് കേട്ടോ അച്ഛൻ വന്നത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ചധികം സാധനങ്ങളും അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് പഴംപൊരിയും സുഖിയനും അതിനൊക്കെ പരിപാടിയും, ഇത് മൂന്നും എൻ്റെ ഫേവറേറ്റ് ആണ്. നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മളെക്കാളും അറിയാവുന്നത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും എന്ന് പറഞ്ഞാൽ എത്ര കറക്റ്റ് അല്ലേ. സത്യം പറഞ്ഞാൽ ഈ ഐറ്റംസ് ഒക്കെ ബാംഗ്ലൂർ കിട്ടുമെങ്കിലും ഇത്രയും ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ. പിന്നെ സുഖിയൻ ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഇതെനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ വഴിപാടാണ്, തെരളിയാണ് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിത് കഴിക്കുന്നത്. നമ്മുടെ അമ്പലപ്പുഴക്കാരുടെ ഒരുപാട് നാളത്തെ എന്ന് വെച്ചാൽ ഒരു 12 വർഷത്തെ കാത്തിരിപ്പിനാണ് കേട്ടോ ഇന്ന് വിരാമമായിരിക്കുന്നത് പള്ളിപ്പാന. ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ 3ാമത്തെ പള്ളിപ്പാനയാണ്. എൻ്റെ കയ്യിൻ്റെ 1ാമത്തെ പള്ളിപ്പാന. ഈ ഒരു സമയത്ത് അമ്പലപ്പുഴയിൽ ജനിച്ചിട്ടുള്ള ആളുകളൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിലാണെങ്കിലും അവരെല്ലാവരും ഈ ഒരു സമയത്ത് ഇവിടെ ഒത്തുചേരാൻ ശ്രമിക്കുക. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ കൂടെ ഞാൻ അവസാനമായിട്ട് കൂടിയ പള്ളിപ്പാന 2014 അതിനുശേഷം നമ്മുടെ ലൈഫിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണല്ലോ ഈ ഒരു 12 വർഷം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞാൽ പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളൊരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കിയാണല്ലേ. എന്താണെങ്കിലും ഇങ്ങനെ മണ്ണിലിരുന്ന് കളിക്കുന്ന കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് പഴയ ഓർമ്മകളാണ് കേട്ടോ എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഇന്നെല്ലാവരും ഒറ്റയ്ക്ക് വരുന്നു, ഒറ്റയ്ക്ക് പോകുന്നു. എന്നാൽ അന്നൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഫ്രണ്ട്സും കസിൻസും അടുത്തുള്ള എല്ലാവരുമായിട്ട് ഒന്നിച്ച് നടന്നു വന്ന് കപ്പലണ്ടിയൊക്കെ കുറിച്ച് ഇതുപോലെ മണ്ണിലൊക്കെ ഇരുന്ന് കളിച്ച് ആ ഒരു കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പള്ളിപ്പാനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം എല്ലാ കുട്ടികളുടെയും കൈ കാണും ഒരു ആപ്പിൾ ബലൂണും അതിനൊക്കെ കിളിക്കാമ്പെട്ടി ബലൂണും ഒക്കെ. ആ നല്ല ഓർമ്മകളെല്ലാം മനസ്സിലങ്ങനെ ആയവർക്ക് കുറേ അധികം നേരം കേതിൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ അത്രയുള്ള ഗൈസ്, എല്ലാവർക്കും ബൈ.